ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഈ രാത്രിത്തെ ചില റുട്ടീൻ നമ്മുടെ ഏജിങ് വളരെയധികം കൂട്ടും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് നമ്മൾ പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ ബെഡ് ടൈമിന്, അതായത് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഹൈ കാർബ് ഹൈ ഷുഗർ ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നത് അത് ബ്ലഡ് ഷുഗർ സ്പൈക്ക് കൂട്ടും, നമ്മുടെ ഉറക്കത്തിന്റെ ഹോർമോണെ കറക്റ്റ് ആയിട്ട് അത് ബാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോൺ അടുത്ത് വെച്ച് കിടക്കുന്ന ഒരു അവസ്ഥ. ഇത് മെയിനായിട്ടും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആ ഒരു ഇമ്പാക്റ്റ് അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനും അതിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷനും പിന്നെ മെന്റൽ സ്റ്റിമുലേഷനാണ് മെയിൻ നമ്മുടെ ഉറക്കം ശരിക്കും ഡിസ്റ്റർബ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങുന്നത് വരെ ഫോൺ നോക്കി കിടക്കുന്ന ഒരു അവസ്ഥ. ഇതിന്ന് വരുന്നത് ബ്ലൂ ലൈറ്റ് ആണ്. ഈ ബ്ലൂ ലൈറ്റിന്റെ പ്രത്യേകത, ഫോണിൽ നിന്ന് വരുന്ന ഈ ബ്ലൂ ലൈറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്, മെലാട്ടോണിൻ എന്ന് പറയുന്നത്. ഇതിന്റെ അളവ് ഗണ്യമായിട്ട് കുറയ്ക്കും. അപ്പൊ നമ്മുടെ ഉറക്കം ഡിലേ ആയി വരും, ഉറങ്ങാനായിട്ട് താമസം എടുക്കും ചില ആളുകളിൽ. അപ്പൊ ഫോൺ ഉപയോഗിക്കാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഉറങ്ങുന്നതിന് മുൻപ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ 6 മണിക്കൂറിന് കുറവ് നമ്മൾ ഉറങ്ങുന്നൊരവസ്ഥ. 6 മണിക്കൂറിന് കുറവ് ഉറങ്ങുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം മര്യാദയ്ക്ക് പ്രോപ്പർ അല്ലെങ്കിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ നമുക്ക് കൂടാനിടയാവും, നമുക്ക് സ്ട്രെസ്സ് വളരെയധികം കൂടും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹോർമോൺ ഇംബാലൻസ്, പിന്നെ ലോങ് ടേം ഹെൽത്ത് റിസ്കുകൾ വളരെയധികം കൂടും. പിന്നെ നമ്മൾ ഈ ബെഡ് ടൈമിന്, അതായത് ഉറങ്ങുന്നതിന് മുമ്പ് ചിലർ ഒന്ന് ആൽക്കഹോൾ മദ്യപിച്ചിട്ടൊക്കെ ഉറങ്ങാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് പോവും. എന്നിരുന്നാൽ പോലും നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റിനെ അത് കറക്റ്റായിട്ട് ബാധിക്കും. പ്രത്യേകിച്ച് REM സ്ലീപ്പ് ഉണ്ട്. REM സ്ലീപ്പ് എന്ന് പറയുമ്പോൾ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി ഏറ്റവും കൂടുതലായിരിക്കുന്ന സമയം, ഹൈ ആയിട്ടിരിക്കുന്ന സമയം. അത് മാത്രമല്ല നമ്മൾ സ്വപ്നം കാണുന്നത് ഈ ഒരു സ്ലീപ്പ് സമയത്താണ്. ഈ REM സ്ലീപ്പ് ടൈമിലാണ് നമ്മൾ കൂടുതലും ഡ്രീം കാണുന്നത്. കാരണം നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി ഏറ്റവും കൂടുതലായിരിക്കുന്ന ഒരു സമയമാണ്. സോ ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ REM സ്ലീപ്പ് സൈക്കിളിനെ അത് കറക്റ്റായിട്ട് ബാധിക്കും. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്ലീപ്പാണ് നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആൻറ്റി ഏജിങ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളുടെ നൈറ്റ് റൂട്ടീൻ എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്തിട്ട് കാര്യമില്ല. നൈറ്റ് റൂട്ടീൻ എന്ന് പറയുന്നത് കറക്റ്റ് ആക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി.